പുതുക്കിയ കീം റാങ്ക് ലിസ്റ്റിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ കേരള സിലബസ് വിദ്യാർത്ഥികൾ. ലഭിച്ച റാങ്കിൽ വലിയ ഇടിവ് സംഭവിച്ചതിനെ തുടർന്നാണ് നീക്കം. കോടതിയെ സമീപിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പിന്തുണക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. അതേസമയം കീമിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന നിലപാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇന്നും ആവർത്തിച്ചു. ജൂലൈ 10 ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പുതുക്കിയ കീം എൻട്രൻസ് പരീക്ഷാ റാങ്ക് ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിച്ചത്. പക്ഷേ ഈ ലിസ്റ്റ് കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായി. 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ റാങ്ക് കുത്തനെ ഇടിഞ്ഞു. ഈ സംഭവത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. സിറ്റുവേഷൻ നോക്കേണ്ട കാര്യമില്ല. ഒരു ദോഷം ഇപ്പോൾ 2 ടീമുണ്ടെങ്കിൽ ആ ടീമിൽ ഒരു ടീമിനെ ബാധിക്കുകയാണെങ്കിൽ അത് നിയമം കൊണ്ട് മറ്റൊരു ടീമിനെ ദോഷമായി ബാധിക്കുകയാണെങ്കിൽ ആ നിയമം മാറ്റണം. അല്ലാതെ നമ്മൾ നിയമം ഉണ്ടാക്കി ഫെബ്രുവരിയിൽ പ്രോസ്പെക്ടസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതിനൊരിക്കലും ബാധിക്കരുത്. ഇതിപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങൾക്ക് സുപ്രീം കോടതിയിലേക്ക് ഞങ്ങൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ മാസം 1 സംസ്ഥാന സർക്കാർ ആദ്യ റാങ്ക് പട്ടിക പുറത്തുവിട്ടത്. ഈ ലിസ്റ്റിൽ 1ാം റാങ്ക് ലഭിച്ചത് കേരള സിലബസ് വിദ്യാർത്ഥിയായ എറണാകുളം സ്വദേശി ജോൺ ഷിനോജിനായിരുന്നു. പക്ഷേ പുതുക്കിയ റാങ്ക് ലിസ്റ്റിൽ ജോൺ 7ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പഴയ റാങ്ക് ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുണ്ടായിരുന്ന CBSE വിദ്യാർത്ഥി ജോഷോ ജേക്കബ് 1ാം സ്ഥാനത്തേക്കുമെത്തി. ഇത്തരത്തിൽ വ്യാപകമായ രീതിയിലാണ് റാങ്ക് വ്യതിയാനമുണ്ടായത്. പക്ഷേ കീമുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് തെറ്റുപറ്റിയിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി ആർ ബിന്ദു. സർക്കാരിന് തെറ്റൊന്നും പറ്റിയിട്ടില്ല. അത് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തുന്നത്. എല്ലാ കുട്ടികൾക്കും നീതിയും തുല്യതയും ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഫോർമുലയാണ് സർക്കാർ അംഗീകരിച്ചത്. കുട്ടികൾ പുറന്തള്ളപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൽ അനീതിയുണ്ട് എന്ന് ഇപ്പോൾ പ്രകടമായിട്ടുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാവുന്ന നിലയിൽ തന്നെ ഈ പ്രോസ്പെക്ടസ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അടുത്ത വർഷം ഒരു കോടതിക്കും തള്ളാൻ കഴിയാത്ത തരത്തിൽ ഫോർമുല നടപ്പാക്കുമെന്ന് മന്ത്രി പറയുമ്പോഴും ആശങ്ക നിലനിൽക്കുകയാണ്. ഹർജിയുമായി വിദ്യാർത്ഥികൾ മുന്നോട്ട് പോയാൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.